നമുക്കെങ്ങനെ ഒരു 3D ഷേപ്പ് എളുപ്പത്തിൽ വരക്കാൻ കഴിയും. അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പോലും എളുപ്പത്തിൽ വരക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് ഒരു സ്ക്വയർ ഉപയോഗിച്ച് ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ വരച്ചു. ഇതിനെ നമുക്കൊരു 3D ആയിട്ട് വരക്കണം. എങ്ങനെ വരക്കാം? ഒരു 3D ഷേപ്പിലേക്ക് എങ്ങനെ മാറ്റാം? ഞാനതിന് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഏകദേശം ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു ഷേപ്പ് ഇതിന്റെ മുകളിലായിട്ടോ താഴെയായിട്ടോ നമുക്ക് വരക്കാം. അധികം ദൂരെ അല്ലാതെ. ഒരു ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഇങ്ങനെ ഇതിന്റെ പുറകിലായിട്ട് ഇങ്ങനെ വരക്കുന്നു. ഏകദേശം ഈ വലിപ്പത്തിൽ. ഇനി നമുക്കിതെങ്ങനെ ഒരു 3D ഷേപ്പ് ആക്കാം? ഓരോ കോർണറും, ഒരു ഉദാഹരണത്തിന് ഇതിന്റെ ആദ്യത്തെ കോർണർ, 2, 3, 4 കോർണർ ഉണ്ടല്ലോ. അതേപോലെ ഇതിന്റെ സെയിം ഒരു ഇമേജ് തന്നെയാണ് നമ്മൾ പുറകിലും വരച്ചേക്കുന്നത്. അതിന്റെയും ആദ്യത്തെ കോർണർ ഇത്, രണ്ടാമത്തെ കോർണർ ഇത് നാലാമത്തേത്, ഇത് മൂന്നാമത്തേത്. ഓരോ കോർണറിനെയും നമ്മൾ കൃത്യമായി അതത് കോർണറിലേക്ക് യോജിപ്പിക്കുക. ഒരു ഉദാഹരണത്തിന് ആദ്യത്തെ കോർണറിനെ ആദ്യത്തെ കോർണറുമായി യോജിപ്പിച്ചു. പുറകിലുള്ള ഇമേജിന്റെ നാലാമത്തേതിനെ നാലാമത്തതുമായി ഞാൻ യോജിപ്പിച്ചു. രണ്ടാമത്തേതിനെ രണ്ടാമത്തേതുമായി, മൂന്നാമത്തേതിനെ മൂന്നാമത്തേതുമായി. നോക്കുക, ഇപ്പൊ നമുക്ക് ഒരു 3D ഷേപ്പിലുള്ള ഒരു ബോക്സ് നമുക്ക് വരക്കാൻ കഴിഞ്ഞു. ഇനി അതേപോലെ ഒരു ട്രയാങ്കിൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 3D ഷേപ്പ് എങ്ങനെ വരക്കാം? ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ഷേപ്പ് ഞാൻ പുറകിലും വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ കോർണറുകളെ, ഇത് ആദ്യത്തെ കോർണർ, രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്. പുറകിലുള്ള ഇമേജിന്റെയും ആദ്യത്തെ കോർണർ ഇത്, രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത്. നമുക്ക് കൃത്യം അതേ കോർണറുകളെ നമുക്ക് ചേർത്ത് വരക്കാം. നോക്കുക, ഇതിപ്പോ ഒരു 3D ഷേപ്പായി നമുക്ക് വന്നു. ഇത് 3D ഷേപ്പ് വരക്കാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോ ഇതിൽ കണ്ടത്. അതേപോലെ നമുക്ക് ഏത് ഷേപ്പും അതുപോലെ തന്നെ വരക്കാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് ഒരു സ്റ്റാർ വരക്കാണെന്ന് കരുതുക. ഇപ്പൊ ഞാനൊരു സ്റ്റാർ വരക്കുകയാണ്. അതേ വലുപ്പത്തിൽ തന്നെ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാനിപ്പോൾ വരച്ചു. ഇനി ഇതേ ഷേപ്പിനെ ഓരോ എഡ്ജിനെയും നമുക്ക് അതത് കോർണറുമായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഓരോ കോർണറിനെ അതത് കോർണറിലേക്ക് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ബാക്കി വരുന്നതൊക്കെ നമുക്കൊന്ന് മായ്ക്കാം.
നോക്കുക, ഇപ്പൊ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ ഒരു 3D ഷേപ്പ് വളരെ എളുപ്പത്തിൽ വരക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോ കണ്ടത്. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.